വിഷമം എന്ന വീട്ടിൽ, അസ്വസ്ഥത എന്ന റോഡിൽ, പരാജയം എന്ന പോസ്റ്റ് ഓഫീസ് പരിധിയിൽ, കുറ്റബോധം എന്ന ജില്ലയിൽ, നിരാശ എന്ന സംസ്ഥാനം എന്നായിരുന്നു നിങ്ങളുടെ പഴയ വിലാസം. 2025 വിട പറയുകയാണ്. 2026 നിമിഷങ്ങൾ മാത്രം ബാക്കി. 2025 നിങ്ങളുടെ പഴയ വിലാസം, പഴയ വീട് എങ്ങനെയായിരുന്നു? വിഷമം എന്ന വീട്ടിൽ, അസ്വസ്ഥത എന്ന റോഡിൽ, പരാജയം എന്ന പോസ്റ്റ് ഓഫീസ് പരിധിയിൽ, കുറ്റബോധം എന്ന ജില്ലയിൽ, നിരാശ എന്ന സംസ്ഥാനം എന്നായിരുന്നു നിങ്ങളുടെ പഴയ വിലാസം. അവിടെയായിരുന്നു നിങ്ങൾ ജീവിച്ചത്. മടി, കണ്ണീര്, വേദന, നിരാശ, കഷ്ടപ്പാട്, നഷ്ടങ്ങൾ, അവഗണന, അരക്ഷിതാവസ്ഥ, അപമാനം എന്നീ ബന്ധുക്കളായിരുന്നു നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നത്. ഒപ്പം പണം എന്ന കാരണവർ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ? സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും കിട്ടിയിട്ടുണ്ടാവില്ല. സുഹൃത്തുക്കളെ, സന്തോഷവും സമാധാനവും മാത്രം ആശംസിക്കുന്ന പുതിയ വർഷത്തിന് ഇനി 2 ദിവസങ്ങൾ മാത്രം. നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് 365 പുതിയ അവസരങ്ങളായിരുന്നു. നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള ഒരു ബ്ലാങ്ക് ബുക്കുമായിട്ടാണ് ഈ വർഷം തുടങ്ങിയത്. വരുന്ന വർഷവും അങ്ങനെ തന്നെ. ഇതിൽ നിങ്ങൾ എന്താണ് ആദ്യം എഴുതാൻ തുടങ്ങുന്നത്? നമ്മളിൽ പലരും പുതിയൊരു വർഷം തുടങ്ങുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. നടപ്പിലാകുമോ എന്നതൊക്കെ പിന്നത്തെ കാര്യമാണ്. 2025 നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു പഞ്ചവത്സര പദ്ധതികൾ അല്ലേ? നിങ്ങളിൽ എത്ര പേർ ആ പ്ലാനിൽ ഉറച്ചു നിന്ന് അതിനുവേണ്ടി ശ്രമിച്ച് വിജയിച്ചവരുണ്ട്? കമന്റ് ഇടാമോ? നിങ്ങളുടെ കമന്റുകൾ പ്രചോദനവും വഴിവിളക്കുമാവും. ഇനി പാതി വഴിയിൽ തിരിഞ്ഞു നടന്നവരോടൊരു ചോദ്യം. ഇനിയും ഈ വർഷവും ഈ വിലാസത്തിൽ തന്നെ ജീവിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹം? വേണ്ടല്ലേ? 2025 വിലാസമൊന്ന് മാറ്റിയാലോ നമുക്ക്? 2026 പുതിയ വീട്ടിൽ, പുതിയ വിലാസത്തിലേക്ക് താമസം മാറിയാലോ? സന്തോഷം എന്ന വീട്ടിൽ, സ്നേഹം എന്ന റോഡിൽ, സമാധാനം എന്ന പോസ്റ്റ് ഓഫീസ് പരിധിയിൽ, ഉയർച്ച എന്ന ജില്ലയിൽ, വിജയം എന്ന സംസ്ഥാനം എന്നൊരു പുതിയ വിലാസം പ്രപഞ്ചത്തിന് കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ഒപ്പം ആരൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒത്തിരി അനുഭവങ്ങൾ, അതിലേറെ പാഠങ്ങൾ, പരീക്ഷണങ്ങൾ നല്ലതുണ്ടായിരുന്നു. പക്ഷേ കൂടുതലും കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു, കണ്ണീരായിരുന്നു. ചില അനുഭവങ്ങൾ മുന്നോട്ട് ജീവിക്കാനുള്ള നല്ല പാഠങ്ങളാണ്. അറിവുകളും തിരിച്ചറിവുകളും ഉണ്ടാകണം. പോയ വർഷത്തെ ഏറ്റവും നല്ല കാര്യങ്ങളും ഒപ്പമുണ്ടാകണം. നിങ്ങളെ വിഷമിപ്പിച്ച, വേദനിപ്പിച്ച കാര്യങ്ങളോടും സാഹചര്യങ്ങളോടും ഒപ്പം വ്യക്തികളോടും നന്ദി പറയണം. അതിനൊപ്പം തന്നെ നിങ്ങൾ വേദനിപ്പിച്ചവരോട് ക്ഷമയും ചോദിക്കണം. ചില പാഠങ്ങൾ സ്വയം പഠിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ പഠിപ്പിക്കുമെന്ന് 2025 ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാവരും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യും. പക്ഷേ 2026 ശരിക്കും ഹാപ്പി ആകണമെങ്കിൽ അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ഒരു ദിവസം കൊണ്ടെടുക്കുന്ന തീരുമാനമല്ല, ഓരോ ദിവസവും എടുക്കുന്ന പരിശ്രമങ്ങളാണ് വിജയം. ചെറിയ ചെറിയ ചുവടുവെപ്പുകൾ നാളത്തെ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. കഴിഞ്ഞ വർഷത്തെ തോൽവികളെ ഓർത്ത് സങ്കടപ്പെടരുത്. അതിനെ ഒരു പാഠമായി കണ്ട് ഈ വർഷം നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറുക. നമ്മൾ വളരുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് കൈത്താങ്ങാകാനും മറക്കരുത്. സ്നേഹമാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ 2025 എന്ന വർഷം എങ്ങനെയായിരുന്നു എന്നെനിക്കറിയില്ല. പക്ഷേ ഒന്നെനിക്കുറപ്പുണ്ട്, 2026 നിങ്ങളുടെ വർഷമായിരിക്കും. സ്വപ്നം കാണാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങളെ കൂടുതൽ ഉയരത്തിലെത്തിക്കും. സുഹൃത്തുക്കളെ, 2025 എന്ന വർഷം എങ്ങനെയായിരുന്നു എന്ന് കമന്റ് ചെയ്യാമോ? എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. സമൃദ്ധിയും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.